ഹലോ, അസ്സലാമു അലൈക്കും. നൈമോസ് ഡ്രീം വ്ലോഗിൻ്റെ പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ തയ്യൽ ക്ലാസ്സിൻ്റെ ഒരു പുതിയ തുടക്കം ആണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ബിഗിനേഴ്സിന് അല്ലെങ്കിൽ ഒരു തുടക്കക്കാർക്ക് എങ്ങനെയാണ് നമ്മുടെ തയ്യൽ മെഷീൻ്റെ അത്യാവശ്യ പാർട്സുകളെ അറിഞ്ഞിരിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ പാർട്സുകളെ ഒന്ന് പരിചയപ്പെടുത്താം. നമുക്കിതിൽ ആദ്യം വരുന്നത് നമ്മളുടെ ഹാൻഡ് വീലാണ്. ഹാൻഡ് വീല് അല്ലെങ്കിൽ ബാലൻസ് വീലെന്ന് പറയും ഈ ഒരു വീലിന്. അപ്പം ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ ഒരു ഒട്ടും തയ്യൽ മെഷീനെ കുറിച്ച് അല്ലെങ്കിൽ തയ്ച്ചിട്ടില്ലാത്ത ഒരാൾ നമ്മൾ കയറിയിരുന്ന് തയ്ക്കുന്ന സമയത്ത് അതായത് നമ്മുടെ മെഷീൻ്റെ ബാലൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം. അപ്പം നമ്മളത് നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കെന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ കയറിയിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു പ്രാവശ്യം ഇതിനെ ഒന്ന് കറക്കി നമ്മുടെ ദിശയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സ്റ്റിച്ചിങ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ ഒരു തുടക്കക്കാരെന്ന് പറഞ്ഞാൽ അവർ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ വീല് ബാക്കിലേക്ക് കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് മെഷീന് കംപ്ലൈൻറ്റും സൂചി ഒടിയാനുള്ള സാധ്യതയൊക്കെ ഉള്ളത് കൊണ്ട് ഇതിനെ എപ്പോഴും കുറച്ച് പ്രാവശ്യം നമ്മൾ ഈ ബാലൻസ് വീലിനെ നമ്മുടെ മുന്നിലേക്ക് കറക്കിയിട്ട് ഫൂട്ടിൻ്റെ ആ ഒരു പൊസിഷൻ ശരിയാക്കി വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴായിരിക്കും ഇത് ശരിയാകുന്നത്. അപ്പം ബാലൻസ് വീലിനോട് തൊട്ടടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ബോബൻ വൈൻഡർ. അതായത് ഇതിൻ്റെ പുതിയ മെഷീനിലൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ബോബനെ ഇതിലേക്ക് നൂലിൻ്റെ ഒരു എൻഡ് ബോബനിലേക്ക് ഒന്ന് ചുറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനോടൊപ്പം നൂലിനെ ഒരു കൈ കൊണ്ട് നമ്മൾ സപ്പോർട്ട് കൊടുത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്തെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ നൂല് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ബോബൻ വൈൻഡർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് വരുന്ന വേറൊരു ഭാഗമാണ് സ്റ്റിച്ച് റെഗുലേറ്റർ. അപ്പം ഈ സ്റ്റിച്ച് റെഗുലേറ്ററിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ നൂലിനെ വലിപ്പം മാറ്റാനും ചെറുതും വലുതുമായ കാണികളെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അതായത് സ്റ്റിച്ച് റെഗുലേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് സാധാ ഒരു നോർമൽ മെഷീനിൽ ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്കൊരു അംബ്രല്ല മെഷീനിൽ അതൊരു റൗണ്ടിലായിരിക്കും വരുന്നത്. അതുപോലെ നമ്മളുടെ പവർ മെഷീനിൽ ഇത് വരുമ്പോഴത്തേക്ക് ഈ ഒരു ലെവലിലായിരിക്കും ഇതിന് നമ്മൾ സ്റ്റിച്ച് റെഗുലേറ്ററിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് സ്പൂൾ പിന്ന് മെഷീൻ ഹെഡിലായിട്ട് കാണപ്പെടുന്ന ഒരു സ്റ്റിക്കായത് കണ്ടോ. അപ്പോൾ ഇതിലേക്കാണ് നമുക്ക് ആവശ്യമുള്ള നൂലിനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിന് നമ്മൾ പറയുന്ന പേര് സ്പൂൾ പിന്ന്. പിന്നെ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു ഫേസ് പ്ലേറ്റ് വരുന്നുണ്ട്. ഇത് ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ഫേസ് പ്ലേറ്റിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ലിവർ നമുക്ക് കാണാം. കണ്ടോ, ഈ ഒരു ഹോളോട് കൂടിയുള്ള ഒരു ലിവർ കാണാം. ഇതിനെ നമ്മൾ ടേക്കപ്പ് ലിവർ എന്നാണ് പറയുന്നത്. ടേക്കപ്പ് ലിവർ. അപ്പോൾ ഇത് നമ്മുടെ മെഷീൻ്റെ ചലനം അനുസരിച്ച് ഇതിലേക്ക് നമ്മൾ നൂലെടുത്ത് ഇട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ മെഷീൻ്റെ ചലനം അനുസരിച്ച് ഇത് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു. അതേ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളുടെ ഇത് നീഡിൽ ബാർ എന്ന് പറയുന്നത്. ഇതും ഇങ്ങനെ തന്നെയാണ് പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന ഒരു സ്റ്റിക്കാണ്. നമ്മൾ ഈ ഒരു സ്റ്റിക്കിലാണ് നീഡിലിനെ ഉറപ്പിക്കുന്നത്. ഇതിൻ്റെ എൻഡിലായിട്ടാണ് നമ്മൾ നീഡിലിനെ ഉറപ്പിക്കുന്നത്. അപ്പം നമ്മൾ ടേക്കപ്പ് ലിവർ കണ്ടു, നീഡിൽ ബാർ കണ്ടു. ഇനി അടുത്തതായിട്ട് വരുന്നത് ത്രെഡ് ടെൻഷൻ ഡിസ്ക് എന്ന് പറയും. ഇതിനെ കാണാമല്ലോ. ത്രെഡിൻ്റെ ഉപയോഗത്തെ ക്രമപ്പെടുത്തിയത് ഈ രണ്ട് പ്ലേറ്റ് ഡിസ്കുകൾക്കിടയിലൂടെ വേണം നമ്മൾ ത്രെഡിനെ എടുക്കുന്നത്. അപ്പം നമ്മൾ ത്രെഡിനെ ഈ ഒരു സ്പൂൾ പിന്നിൽ ഇട്ടതിന് ശേഷം ഇവിടെ ഈ ഒരു വെട്ടുണ്ടാവും. എല്ലാവർക്കും സാധാ മെഷീനുള്ളവർക്ക് എല്ലാവർക്കും നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ഒരു വെട്ടിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നേരെ കൊണ്ടുവന്ന് ത്രെഡ് ടെൻഷൻ ഡിസ്കിലേക്ക് ഇട്ടതിന് ശേഷം ആ നൂലിനെ നമ്മൾ മുകളിലേക്ക് എടുത്തിട്ട് ടേക്കപ്പ് ലിവറിലേക്ക് കൊരുക്കുന്നു. ഇതാണ് നമ്മുടെ ടേക്കപ്പ് ലിവർ എന്ന് പറയുന്നത്. ഇതിലേക്ക് കൊരുത്തിട്ട് ഈ സൈഡിലുള്ള ഒരു ചെറിയ കമ്പിയുണ്ട്, ഇതിലേക്ക് നമ്മളൊന്ന് കൊളുത്തിയിടുന്നു. ഇതിൻ്റെ ഒരു ഭാഗം ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇതിലേക്കൊന്ന് നമ്മൾ കൊളുത്തി അകത്തൂടെ എടുക്കുന്നത്. കാരണം നമുക്ക് ക്രമത്തിലധികം നൂല് ഒത്തിരി ഫ്ലോയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതും മനസ്സിലായല്ലോ. പിന്നെ ഇതിൽ വരുന്നൊരു പാർട്സാണ് നീഡിൽ പ്ലേറ്റ്. ഇതേണ്ട ഈ ഇരിക്കുന്നൊരു സംഭവമാണ് നമ്മുടെ നീഡിൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സ്ലൈഡ് പ്ലേറ്റ് എന്ന് പറയും. സ്ലൈഡ് പ്ലേറ്റ് നമുക്ക് നമ്മുടെ ഈ
ബോബനും കേസും ഉള്ളിലേക്ക് വെക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ പ്ലേറ്റിനെ ഇങ്ങോട്ട് നീക്കുന്നു. അതിനുശേഷം നമുക്ക് വേണ്ട ഇതിൽ ബോബനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. അപ്പം ഇതിന് നമുക്ക് ഒരു പേരുണ്ട്, ബോബൻ കേസ് ഹോൾഡർ എന്ന് പറയും. അതായത് നമ്മുടെ ബോബനെയും കേസിനെയും ഇതിലേക്ക് ചേർത്ത് വെക്കുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ ബോബൻ കേസ് ഹോൾഡർ എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ വരുന്നത് നീഡിൽ ബാർ ഞാൻ പറഞ്ഞു, നീഡിൽ സ്ക്രൂ. ഈ നീഡിലിനെ നമ്മൾ ഇതിൻ്റെ എൻഡിലായിട്ട് ഉറപ്പിക്കുന്ന ഒരു സ്ക്രൂ ഉണ്ട്, ഇതിനെ നമ്മൾ നീഡിൽ സ്ക്രൂ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമുക്കിതിൽ വരുന്നത് ഒരു എന്താ പറയുന്നത്, ഫുഡ് പെഡൽ. നമ്മുടെ കാല് പ്രസ് ചെയ്യുന്ന ഒരു ഫുഡ് പെഡൽ. ഇതിപ്പം ലേറ്റസ്റ്റ് മെഷീനാണ്. നേരത്തെ ഉള്ള മെഷീന് വേറൊരു ലെവലിലായിരിക്കും ഈ ഫുഡ് പെഡൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ അതിന് തൊട്ട് മുൻപിലായിട്ട് വരുന്ന ഒരു ഭാഗമുണ്ട്, ഇതിന് നമ്മൾ പറയുന്നത് ബാൻ വീല്. ഇതേ കണ്ടോ, ബാൻ വീല്. ഇത് നമ്മൾ കറക്കുമ്പോഴും ഇതിൻ്റെ ചലനം അനുസരിച്ചുമായിരിക്കും ഈ ഒരു ഫൂട്ട് ചലിക്കുന്നത്. അപ്പം ഇതിനുള്ളൊരു യൂസ് എന്ന് പറഞ്ഞാൽ ബാലൻസ് വീലിനെയും ഈ ഫുഡ് വീലിനെയും തമ്മിൽ യോജിപ്പിച്ച് ആകുമ്പോഴായിരിക്കും നമ്മുടെ മെഷീൻ പൂർണ്ണമായിട്ടും കറങ്ങുന്നത്. ഇതിലേക്ക് നമ്മൾ ഈ ഒരു ടോയിനിട്ടിട്ട് ഇതിൻ്റെ ബാലൻസ് വീലിനെയും വാൻ വീലിനെയും തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു സ്റ്റിച്ചർക്ക് അറിയേണ്ട അത്യാവശ്യം മെഷീൻ്റെ പാർട്സുകളാണ് നമ്മളിപ്പം കണ്ടത്. അപ്പം വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.